നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ശിവഭഗവാനുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറി ശാസ്ത്രമാണ്. നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം ഉടൻ നടന്നു കിട്ടുമോ, നടക്കാൻ എത്ര കാലതാമസം എടുക്കും തുടങ്ങിയ കാര്യങ്ങളാണ് ഈ തൊടുകുറിയിലൂടെ നോക്കുന്നത്. അതിനായി ശിവഭഗവാന്റെ 2 വ്യത്യസ്ത ചിത്രങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾ കണ്ണുകൾ അടച്ച് മനസ്സ് ഏകാഗ്രമാക്കി നിങ്ങളുടെ ആഗ്രഹം ഉടൻ നടന്നു കിട്ടണമെന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ച് കണ്ണുകൾ തുറക്കുക. ശേഷം ഇവിടെ തന്നിരിക്കുന്ന 2 ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും കൂടുതലായി ഇഷ്ടം തോന്നിയ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. നിങ്ങൾ തിരഞ്ഞെടുത്തത് ഏത് ചിത്രമായാലും ആ ചിത്രത്തിനു പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന നിങ്ങളുടെ ഫലം എന്താണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഈ കാര്യം ശ്രദ്ധിക്കുക. ഇവിടെ തൊടുകുറിയിലൂടെ പറയുന്ന ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി അല്ലെങ്കിൽ സ്വഭാവവുമായി ഏതെങ്കിലും രീതിയിൽ സാമ്യമുണ്ടെങ്കിൽ അതിനെ പോസിറ്റീവായി എടുക്കുക. നിങ്ങൾ തിരഞ്ഞെടുത്തത് ശിവഭഗവാന്റെ ആദ്യത്തെ ചിത്രമാണെങ്കിൽ ഇനി പറയുന്നതാണ് നിങ്ങളുടെ ഫലം. നിങ്ങൾ ഏത് കാര്യം ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടാലും അല്ലെങ്കിൽ ആരോടെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയാൻ ഉദ്ദേശിച്ചാലും അതിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും ചിന്തിച്ചതിന് ശേഷമേ മുന്നോട്ട് പോവുകയുള്ളൂ. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ ആ ഒരു പ്രവൃത്തി മറ്റാർക്കെങ്കിലും ദോഷമായി ബാധിക്കുമോ അല്ലെങ്കിൽ മറ്റുള്ളവർ തന്നെ തെറ്റായ രീതിയിൽ കാണുമോ എന്നിങ്ങനെ അതിൻ്റെ നല്ലതും മോശവുമായ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചതിന് ശേഷമാണ് മുന്നോട്ട് പോവുക. എടുത്തുചാടി തീരുമാനമെടുക്കുന്ന ഒരു വ്യക്തിയല്ല നിങ്ങൾ. ഈ ഒരു സ്വഭാവം പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ഗുണമായി തന്നെ ഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഭഗവാനോടുള്ള ഭക്തിയും ഏറ്റവും കൂടുതലായി തന്നെ കാണുന്നു. നിങ്ങളോട് ആരെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന് പ്രതികരിക്കാറില്ല. കാരണം എന്തെന്നാൽ അവനവൻ ചെയ്യുന്ന തെറ്റിൻ്റെ ഫലം അവനവൻ തന്നെ അനുഭവിക്കും എന്ന് ചിന്തിക്കുന്ന വിഭാഗക്കാരാണ് നിങ്ങൾ. അതിനുള്ള ശിക്ഷ അവർക്ക് ഈശ്വരൻ കൊടുക്കും എന്ന മനോഭാവമുള്ള വ്യക്തികളാണ് നിങ്ങൾ. സത്യസന്ധത ഏറ്റവും കൂടുതലായി നിങ്ങളിൽ കാണപ്പെടുന്നു. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ആരോടെങ്കിലും മോശമായി പെരുമാറേണ്ടി വന്നാൽ പിന്നെ അതിനെക്കുറിച്ചോർത്ത് ദുഃഖിക്കുന്നവരാണ് നിങ്ങൾ. ആ തെറ്റു തിരുത്തുന്നതുവരെ നിങ്ങളുടെ മനസ്സിന് ഒരു സമാധാനവും കാണില്ല. അതുപോലെ തന്നെ ഏതൊരു കാര്യം ചെയ്യുവാൻ ഏറ്റെടുത്താലും അത് ആത്മാർത്ഥമായി ഭംഗിയായി പൂർത്തിയാക്കാറുണ്ട്. ധാരാളം സുഹൃദ്ബന്ധങ്ങൾ ഉള്ളവരാണ് നിങ്ങൾ. നിങ്ങളുടെ മനസ്സിലുള്ള വിഷമങ്ങളും ദുഃഖങ്ങളും നിങ്ങൾ സുഹൃത്തുക്കളുമായി പങ്കിടുന്നവരാണ്. അതുപോലെ തന്നെ കുടുംബത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരാണ് നിങ്ങൾ. നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം വിള്ളലുകളും ഒക്കെ നേരിട്ട വ്യക്തികളാണ് നിങ്ങൾ. എന്നാൽ ഇപ്പോൾ ആ അവസ്ഥയിൽ നിന്നും മാറി വളരെ സന്തോഷകരമായാണ് മുന്നോട്ട് പോകുന്നത്. മറ്റുള്ളവർക്ക് നന്മ പറഞ്ഞു കൊടുക്കുന്നത്, അവർക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിൽ താല്പര്യമുള്ള വ്യക്തികളാണ് നിങ്ങൾ. ഇവിടെ നിങ്ങളുടെ ഫലം പറയുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ വളരെ കാലതാമസമില്ലാതെ നടന്നു കിട്ടും എന്നു തന്നെയാണ്. നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾക്കെല്ലാമുള്ള ഒരു വഴി അധികം വൈകാതെ തന്നെ നിങ്ങൾക്ക് തുറന്നു കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും വ്യക്തികൾ മൂലം പ്രയാസം അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ആ വ്യക്തികൾ എല്ലാം തന്നെ നിങ്ങൾക്ക് അനുകൂലമായി വരുന്നതാണ്. ഭഗവാൻ മഹാദേവന്റെ അനുഗ്രഹം എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ നടന്നു കിട്ടാൻ നന്നായി പരിശ്രമിക്കുക. നിങ്ങൾക്ക് വിജയമുണ്ടാകുമെന്നത് ഉറപ്പാണ്. അതോടൊപ്പം ഭഗവാൻ മഹാദേവനെ മുടങ്ങാതെ പ്രാർത്ഥിക്കുക. ഇനി നിങ്ങൾ തിരഞ്ഞെടുത്തത് ശിവഭഗവാന്റെ 2ാമത്തെ ചിത്രമാണെങ്കിൽ ഇനി പറയുന്നതാണ് നിങ്ങളുടെ ഫലം. നിങ്ങൾ ജീവിതത്തിൽ ധാരാളം കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും അനുഭവിച്ചവരാണ്. കഷ്ടപ്പാടുകൾക്കൊപ്പം തന്നെ ഒറ്റപ്പെടലുകളും അനുഭവിച്ചവരാണ് നിങ്ങൾ. ആ ദുഃഖങ്ങളൊക്കെ ഇപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ട്. തൻ്റെ പഴയ കാലം ഒരിക്കലും മറക്കാത്തവരാണ് നിങ്ങൾ. വളരെ കഷ്ടപ്പാടുകൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ ഇവയെല്ലാം അനുഭവിച്ചതിന് ശേഷമായിരിക്കും നിങ്ങളുടെ പക്കൽ സമ്പത്ത് അല്ലെങ്കിൽ സൗഭാഗ്യം എത്താൻ പോകുന്നത്. അത്രമേൽ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിക്കേണ്ടതായി വരും. മറ്റുള്ളവരോട് വളരെ സൗമ്യമായി പെരുമാറുന്നവർ ആണ് നിങ്ങൾ. നിങ്ങളുടെ മറ്റൊരു പ്രത്യേകത, നിങ്ങൾ അഹങ്കാരം അല്പം പോലും ഇല്ലാത്തവരാണ്. പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുവാൻ
വളരെ താല്പര്യമുള്ള വ്യക്തികളാണ് നിങ്ങൾ. അത്തരം കാര്യങ്ങൾ കണ്ടെത്തുകയും അത് ചെയ്യാൻ ശ്രമിക്കുന്നതും നിങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. എന്നാൽ പിന്നീട് പലപ്പോഴും പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആദ്യമൊക്കെ അത് ചെയ്യാൻ കൂടുതൽ താല്പര്യം കാണിക്കുകയും പിന്നീട് അതിൽ താല്പര്യം പ്രകടിപ്പിക്കാതെയും വരുന്നു. എന്നുവെച്ചാൽ തനിക്കത് ചെയ്തു തീർക്കാൻ സാധിക്കില്ല എന്ന് വിചാരിച്ച് അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നവരാണ് നിങ്ങൾ. എന്നാൽ ഈ ഒരു കാര്യത്തിൽ തീർച്ചയായും നിങ്ങൾ മാറുക. എന്തെന്നാൽ ഒരു കാര്യം ചെയ്യാൻ ഏറ്റെടുത്താൽ അതിലാദ്യമുണ്ടാകുന്ന ഉന്മേഷം അവസാനം വരെ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച നേടാൻ സാധിക്കൂ. ഈ ഒരു കാര്യത്തിലൂടെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകുന്നത്. അതിനൊക്കെ കഴിവുള്ളവർ തന്നെയാണ് നിങ്ങൾ. കൃത്യമായ നിലപാടുകളുള്ള വ്യക്തികളാണ്. നിങ്ങളുടെ പ്രായം വർദ്ധിക്കുന്തോറും ഏതൊരു കാര്യം ചെയ്യുന്നതിലും നിങ്ങൾക്ക് താല്പര്യം കുറയുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ പല ദുരിതങ്ങളും അനുഭവിക്കേണ്ടതായി വരും. ഇതെല്ലാം തിരിച്ചറിഞ്ഞ് നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ എത്തിച്ചേരുന്നതാണ്. നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം അധികം വൈകാതെ തന്നെ നടക്കുമെന്നാണ് ഇവിടെ ഫലം പറയുന്നത്. അതിനായി നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായി വേണ്ടിയത് പ്രാർത്ഥനയാണ്. അതിനോടൊപ്പം തന്നെ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്നത് ഏത് കാര്യമാണെങ്കിലും അതിനുവേണ്ടി നന്നായി പരിശ്രമിക്കുകയും വേണം. പരിശ്രമത്തിലൂടെ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹ സാഫല്യം നേടാൻ സാധിക്കൂ. ഉറപ്പായിട്ടും ഭഗവാൻ മഹാദേവന്റെ അനുഗ്രഹം നിങ്ങളിലുമുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുവാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. കൂടാതെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.